ലീഗുമായുള്ള ഭിന്നിപ്പിൽ സമസ്തയെ ചേർത്ത് പിടിച്ച CPM സമസ്തയുമായി ഭിന്നത തുറന്നു പറഞ്ഞ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരെയും പരാജയപ്പെടുത്താനല്ല സമസ്തയുടെ പ്രവർത്തനമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന് പരോക്ഷമായി മറുപടി നൽകി. വളരാൻ വേണ്ടി സുപ്രഭാതം നടത്തുന്ന മത്സരത്തിൽ ചിലർക്ക് അസൂയ സ്വാഭാവികമാണെന്നും സുപ്രഭാതം പത്രം ഗൾഫ് എഡിഷൻ ലോഞ്ചിൽ അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. സമസ്ത നേതാക്കൾ ആരും ലീഗ് നേതാക്കളുടെ വിട്ടുനിൽക്കൽ പ്രത്യക്ഷത്തിൽ പരാമർശിച്ചില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. സ്വന്തം പത്രം തുടങ്ങാനുണ്ടായ സാഹചര്യത്തെ എപ്പോഴും വാടക വീട്ടിൽ കഴിയാനാകില്ലല്ലോ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസംഗം തുടങ്ങിയത്. എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയെങ്കിലും പോയി കിടക്കുക, ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതല്ല. എന്നാൽ അതേസമയം ഉദ്ഘാടനത്തിന് പങ്കെടുക്കില്ല എന്ന ലീഗിന്റെ തീരുമാനം പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് പ്രധാനമെന്നതുകൊണ്ടാണെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പ്രതികരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്ത മുഖപത്രം സുപ്രഭാതം ലീഗിനെ വേദനിപ്പിച്ചതായി PK കുഞ്ഞാലിക്കുട്ടിയും തുറന്ന് സമ്മതിച്ചിരുന്നു. സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയ സാഹചര്യം വിശദീകരിക്കുമ്പോഴായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതിന് ബലം കൊടുക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ സമസ്തയുടെ ഭാഗത്തു നിന്ന് ശ്രമം നടന്നിരുന്നു എന്ന വിമർശനങ്ങൾ പരക്കെ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചു വന്നത് വലിയ വിവാദമായിരുന്നു. സമസ്ത CPM ബന്ധം ദൃഢമാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് പരസ്യം നൽകുന്ന സൂചനയെന്ന് വിമർശനങ്ങൾ ഉയർന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലീഗ് പ്രവർത്തകൻ പത്രം കത്തിച്ചത് സമസ്തയെ ചൊടിപ്പിച്ചു. ശേഷം ലീഗിനെതിരെയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും രംഗത്തെത്തിയ KS ഹംസയെ പിന്തുണച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയതും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മാത്രമല്ല PMA സലാം രാജിവെക്കണം എന്ന ഉമർ ഫൈസിയുടെ വാക്കുകൾ അതുവരെ പ്രതികരിക്കാതിരുന്ന ലീഗിനെ ചൊടിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതോടെ സമസ്ത ലീഗ് തർക്കം ചൂടുപിടിച്ചു. ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് വിശ്വസിച്ചിരുന്ന സമസ്തയുടെ പൂർണ്ണ പിന്തുണ ഇത്തവണ CPMലേക്ക് ഒഴുകുമോ എന്ന ഭയം യഥാർത്ഥത്തിൽ ലീഗിനെ പരിഭ്രാന്തിയിലാഴ്ത്തി. 2019 ലഭിച്ച ഭൂരിപക്ഷം മറികടക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങിയത്. മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളെ പരസ്പരം വെച്ചുമാറി പോരിനിറങ്ങിയ മുസ്ലിം ലീഗിന് ഒരു പണി കൊടുക്കണം എന്ന അഭിപ്രായം സമസ്തയിലെ ചിലർക്കുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു. ആരോടും മമതയോ വിരോധമോ ഇല്ല എന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയണം എന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യമെന്നും ഇവർ ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് പരാതിപ്പെട്ടത്. അതോടെ സമസ്തയുടെ മുഴുവൻ വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴില്ലെങ്കിലും ചോർച്ചയുണ്ടാകാനുള്ള സാധ്യത കൂടി. KS ഹംസയെ ഇടതുപക്ഷം പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച വേളയിൽ നിസ്സാരമായി കണ്ടിരുന്ന ലീഗ് നേതാക്കളുടെ സ്വരം ഇതോടെ അല്പം മാറി. സമസ്തയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും ഒരു പാർട്ടിയോടും പ്രത്യേക താല്പര്യമില്ല എന്നും ജിഫ്രി തങ്ങൾ ആവർത്തിച്ചു. എന്നാൽ പൊന്നാനിയിൽ ഇത്തവണ വാശിയേറിയ മത്സരമാകുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. തുടക്കത്തിൽ മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ഈസി വാക്കോട് പ്രതീക്ഷ വെച്ചു പുലർത്താനാകാത്ത അവസ്ഥയിൽ മാറ്റം വന്നു. അതിന് കാരണം സമസ്ത തന്നെയാണ് എന്നാണ് ലീഗിന്റെ തോന്നലാണ് ഇപ്പോൾ സുപ്രഭാതം ക്ഷണത്തിൽ പങ്കുചേരാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം. എന്നാൽ സമസ്ത ഇതുവരെയും ഒരു തുറന്ന പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മുത്തുക്കോയ തങ്ങൾ ഒഴികെ മറ്റൊരു നേതാക്കളും ലീഗിന്റെ വിട്ടുനിൽക്കൽ പരാമർശിച്ചിട്ടുമില്ല. UDFൽ നിന്ന് K മുരളീധരൻ മീഡിയ സെമിനാറിൽ പങ്കെടുത്തു എന്നതും ലീഗിന്റെ ബഹിഷ്കരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. എന്നാൽ ലീഗ് സമസ്ത ബന്ധത്തിൽ വലിയ ഭിന്നത രൂക്ഷമാകുമ്പോൾ സമസ്തയെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ തുടങ്ങുമ്പോൾ വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണ് എങ്കിൽ ജനം അവരെ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. നന്മ മുറുകെ പിടിക്കാൻ, നീതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാൻ, മതസാഹോദര്യത്തിന് വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക. അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക.